ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചായ കേക്ക് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ? ഇത്രയ്ക്ക് ടേസ്റ്റിയും സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. മുട്ടയുടെ ഒപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതൊന്നും അല്ല കേട്ടോ, നമ്മൾ പൊടിക്കാൻ പോണേ ഉള്ളൂ. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇത് നമുക്ക് 1/4 കപ്പ് എടുക്കാം. മെഷർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്കും നല്ല അടിപൊളിയായിട്ട് വരിക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ചെറിയ സ്പീഡിൽ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നില്ല. ഒരു 30 സെക്കൻഡ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്താം. അതിനുശേഷം ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അന്നേരം നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. ഇത് 1 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചേർക്കാണ്ട് ഇങ്ങനെ ഒരു അരിപ്പയിൽ കൂടിയിട്ട് അരിച്ച് ചേർക്കാം. അന്നേരമാണ് ഇതിൻ്റെ തരികളൊക്കെ ഇങ്ങനെ വിട്ട് വരികയും നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂൺ. ഒപ്പം തന്നെ 2 നുള്ളി ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അരിപ്പയിൽ കൂടി തന്നെ ചേർക്കാം കേട്ടോ. ഇത് ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് ഉരുകുന്നത് വരെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങും. ഒരുപാട് തിളയ്ക്കേണ്ട, അന്നേരം നമ്മുടെ പാല് വറ്റിപ്പോവും. ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഒരു കേക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ഇതിപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ആ തിളച്ച ആ ഒരു ചൂടോടുകൂടി തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചേർത്തോളാം കേട്ടോ. ചേർത്ത് അപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അന്നേരം നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ചെറിയൊരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ വരെയൊക്കെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓഡി ecobake ബേക്കിംഗ് പേപ്പറാണ് കേട്ടോ. ബേക്കിങ്ങിന് മാത്രമല്ല, ഇത് കുക്കിങ്ങിനും യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് തവയിലും കടായിലും മൈക്രോവേവിലും ഒക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഗ്രില്ല്, എയർ ഫ്രയർ എല്ലാത്തിലും നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. പാനിലൊന്നും ഒട്ടും സ്റ്റിക്ക് ആവുകയുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പാനിലൊന്നും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ ഇത് എടുക്കാം. ശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പകുതി ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലോട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 40 മിനിറ്റ്സിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള, അടിഭാഗം കട്ടിയുള്ള ഒരു പ്രഷർ കുക്കറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്ത് നിങ്ങൾ ചൂടാക്കിയിട്ട് അടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെക്കാം. അതൊരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും വെച്ചാലും മതി. ശേഷം ഇതിലേക്ക് കേക്ക് ടിൻ വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതിപ്പോൾ പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാഷർ എടുത്ത് മാറ്റിയിട്ട്, വിസിൽ അവിടെ ഇരുന്നോട്ടെ, വാഷർ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഒരു 35 മിനിറ്റ്സോളം അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സോളം നമുക്ക് ഇതിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ, ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലും നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നോക്കിയേ, കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിക്കിനകത്ത് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് കംപ്ലീറ്റ്ലി ഒന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം മാത്രം നമുക്കിത് എടുക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇതുപോലെ കമഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണ് കേട്ടോ. സ്പോഞ്ച് കേക്ക് എന്നുള്ള പേര് ശരിക്കും ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്നെസ് ആണ് ഇതിനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ഓഡി ecobake എല്ലാ പ്രോഡക്ട്സും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്